ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലതാ കേസുമായി കൊണ്ട് ആളുകൾ വരികയല്ലേ. കേസുമായി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വാദിയുണ്ട്, പ്രതിയുണ്ട്, സത്യം പറയുന്നവരുണ്ട്, കള്ളം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നത്, ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ തർക്കിക്കുമ്പോ എനിക്ക് സത്യമാണെന്ന് ഏതാണ് തോന്നിയതെങ്കിൽ ഞാൻ അതിനനുസരിച്ചാണ് വിധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷികളുടെ മനസ്സ് വായിക്കാൻ, അവരുടെ ഹൃദയം വായിക്കാൻ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവരീ മുഹീദ്ദീൻ ശൈഖ് അവകാശപ്പെട്ടു എന്ന് പറയപ്പെടുന്നല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ. കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണും പോലെ നിങ്ങളുടെ കൽബകം ഞാൻ കാണും, അതിപ്പോഴും കാണുന്നു. ബഗ്ദാദിൽ മറപെട്ട് കിടക്കുന്ന ശൈഖ് ജീലാനിയതാ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഹൃദയം കാണുന്നു, രഹസ്യങ്ങൾ അറിയുന്നു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോൽ കാട്ടി പറഞ്ഞോവരീ എല്ലാം അവകാശപ്പെട്ട് കഴിഞ്ഞില്ലേ. അതേ അവസരത്തിലതാ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന, ജീവിതകാലത്ത് അവിടുത്തെ മുമ്പിൽ വന്നു നിൽക്കുന്ന കക്ഷികളുടെ കൽബറിയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പറയുന്നത് കേട്ട് വിധിക്കാനേ എനിക്ക് കഴിയൂ. ഞാൻ ചിലത് എനിക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് ഞാൻ വിചാരിക്കും, അതിനനുസരിച്ച് ഞാൻ വിധിക്കും കേട്ടോ. അതിന്റെ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ ആ അമ്പിയാക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ട്, മഹത്തുക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ടിരാ ഇന്നും പ്രചരിപ്പിക്കുകയാണ് മടവൂർ ശൈഖ് അടക്കമുള്ള ആളുകൾ. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടതല്ലേ, ആ ക്ലിപ്പെന്ന് കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല കേട്ടോ. ഒരു വ്യക്തി സൗദി അറേബ്യയിലെ ജയിലിൽ കിടന്നപ്പോ ഞാൻ എന്തൊരു കഷ്ടപ്പെടണം, മടവൂര് ശൈഖില്ലേ എന്ന് പറഞ്ഞ് മടവൂര് ശൈഖിനെ അങ്ങ് വിളിച്ചു ഓർത്തപ്പോഴേക്ക് അതാ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് അതാ മടവൂര് സൗദിയിലേക്ക് ഓടിയെത്തുന്നു, ജയിലിലേക്ക് കയറുന്നു, ഇയാളെ മോചിപ്പിക്കുന്നു, ജയിലധികൃതരോട് അറബിയിൽ നന്നായി സംസാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട, അതാ വിചാരിച്ചപ്പോഴേക്ക് എത്തിപ്പോയി. അതേ അവസരത്തിൽ അള്ളാഹ്